ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയർ പരിപ്പാണേ. ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ പയർ പരിപ്പ് നമുക്കൊന്നുണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ ഒന്ന് വറുത്തതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു. അപ്പോഴത്തേക്കും അതൊന്ന് സ്പ്ലിറ്റായി കിട്ടിയിട്ടുണ്ടേ. അതിന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണേ. അപ്പോഴത്തേക്കും അതിൻ്റെ മുകളിലുള്ള തൊലിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 അല്ലിയാണ് ഞാൻ അരിഞ്ഞത്. അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും പിന്നെ 2 പച്ചമുളകും കൂടി കീറിയിട്ടാണ്. കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിനൊന്ന് വിസിൽ വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയെടുക്കാം. അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർക്കണേ. എന്നിട്ട് വേണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ. അപ്പോഴത്തേക്കും പയർ ഇതുപോലെ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണേ. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉടഞ്ഞ് നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കടുക് വറുത്ത് ഇതിനകത്തോട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് പൊട്ടട്ടെ. ഇനി 2 പാറ്റൽ മുളകാണ് ഞാൻ കീറിനകത്തോട്ടിട്ട് കുറച്ച് ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണം. 2 വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടി ഞാൻ ചേർത്ത് ഇടുന്നുണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കടുകും ഉള്ളിയെല്ലാം മുരുമുരാന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. തേങ്ങ ഫുള്ളായിട്ട് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിച്ചൊന്നും എടുത്തില്ല, ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് കൊടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് കിട്ടും. ഇരിക്കുന്തോറും ഈ പരിപ്പ് കട്ടിയായി വരത്തുള്ളൂ. അപ്പോൾ ആവശ്യമനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഓണസദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് പരിപ്പ് കറി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.